ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും ആദ്യ പ്രദർശനം ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുകയാണ്. സിനിമ ഇതിനോടകം തന്നെ ലോ ഹൈപ്പിൽ വരികയും ആദ്യ ദിനത്തെ പ്രീസെയിൽ റെക്കോർഡ് ഇടുകയും ചെയ്ത ചിത്രമായി മാറുന്നു. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ എപ്പോൾ വരും, സിനിമയുടെ ദൈർഘ്യം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ പറയുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമ ഇതിനോടകം തന്നെ ആദ്യ ദിനത്തെ പ്രീസെയിലായി നേടിയിരിക്കുന്നത് 3,75,00,000 രൂപയോളമാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 2,35,00,000 രൂപ നേടിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 29,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 1,10,00,000 രൂപയുമാണ് വരുന്നത്. കേരളത്തിൽ മാത്രമായിട്ട് 225ഓളം സ്ക്രീനുകൾ അല്ലെങ്കിൽ തിയേറ്ററുകളിലാണ് സിനിമ വരുന്നത്. 400ഓളം സ്ക്രീനുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സിനിമയ്ക്ക് ആദ്യ ദിനം ലഭിച്ചത് ഏകദേശം 65,000ഓളം ടിക്കറ്റുകളാണ് സെയിലായി പോയതെങ്കിൽ രണ്ടാം ദിവസം 58,000ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. മികച്ച തുടക്കം തന്നെയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമയുടെ ദൈർഘ്യം ആയി പറയുന്നത് 2 മണിക്കൂറും 46 മിനിറ്റുകളുമാണ്. അതിനകത്തിൽ തന്നെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 18 മിനിറ്റിലും കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ആളുകൾ കാത്തിരിക്കുന്ന ഒരു നല്ല സിനിമ, മനസ്സറിഞ്ഞ് കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്നുള്ളതാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത. അത് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ വരുമ്പോൾ ഏറെ ഹൃദ്യവുമാണ് ജനങ്ങൾക്ക്. ഇവിടെ ആദ്യ പ്രതികരണം വരാൻ പോകുന്നത് 12:50 ശേഷമായിരിക്കും. സിനിമ ഇതിനോടകം തന്നെ അണിയറയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഒരു ഗംഭീര ചിത്രം തന്നെയായിരിക്കും. സ്ലോ പേസിൽ തുടങ്ങുന്ന തരുൺമൂർത്തി പാറ്റേൺ അതുതന്നെയായിരിക്കാം ഈ ഒരു സിനിമയ്ക്ക്. തരുൺമൂർത്തിയുടെ ഇതിനു മുമ്പുള്ള 2 സിനിമകളും ഗംഭീരം എന്നതിനാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് സ്റ്റാർ കാസ്റ്റോ ഒന്നുമില്ലാത്ത ആ 2 സിനിമകളും വലിയ ഹിറ്റായതാണ്. പ്രത്യേകിച്ച് സൗദി വെള്ളയ്ക്കയൊക്കെ അമ്മാതിരി ഗംഭീര വിജയം നേടിയ ചിത്രമാണ്. ആ ഗണത്തിൽ തന്നെ വരുന്ന മറ്റൊരു ചിത്രം എന്നാണ് തുടരൻ എന്ന ചിത്രത്തെക്കുറിച്ചും പറയാനുള്ളത്. എന്തായാലും മോഹൻലാലിന് നാളുകൾക്ക് ശേഷമുള്ള ഒരു വിജയം ആണ് ഈ ഒരു സിനിമ എത്താൻ പോകുന്നത്. എന്തായാലും മികച്ച ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ആദ്യമേ നമുക്ക് ഈ ഒരു അണിയറയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ബെഞ്ച് മാർക്കായി നിൽക്കുന്ന ദൃശ്യം പോലെയുള്ള സിനിമകളെ കവർ ചെയ്തു പോകുന്ന ഒരു ചിത്രമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പലരും അണിയറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനും കഴിയുന്നത്. തരുൺമൂർത്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ ഹെവി കോൺഫിഡൻസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതായിരിക്കും. നല്ല ഒരു ചിത്രം കാത്തിരിക്കുന്ന മലയാളികൾക്ക് അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കൈ ഉയർത്താം. നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.